അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആഫ്തസ് അൾസർ. സോ ആഫ്തസ് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ്പുണ്ണ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് വരാറുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ വായ്പുണ്ണ് വരുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പല്ല് തേക്കുന്ന സമയത്ത് നമ്മുടെ ബ്രഷ് കൊണ്ടിട്ട് ആഫ്തസ് അൾസർ വരാം. അല്ലാതെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അറിയാണ്ട് അതിലെന്തെങ്കിലും കടി പറ്റിയിട്ട് നമ്മുടെ മോണയില് അവിടെ എവിടെയെങ്കിലും മീൻസ് ചുണ്ടിന്റെ ആ ഭാഗത്ത് താഴെയോ മുകളിലോ എവിടെയെങ്കിലും ഒക്കെ കടി പറ്റിയിട്ട് അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ഒരു അൾസർ ഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലാതെ ഡീഹൈഡ്രേഷൻ കാരണവും ആഫ്തസ് അൾസർ വരാം. അല്ലാതെ വയറ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആഫ്തസ് അൾസർ വരാമെന്നാണ് പറയുന്നത്. വേറെ ചില കാരണങ്ങൾ എന്തുകൊണ്ട് ആഫ്തസ് അൾസർ വരുന്നത് സ്ട്രെസ്, നല്ലതുപോലെ ജോലി, അതിന്റെ സ്ട്രെസ് അല്ലെങ്കിൽ പഠിത്തത്തിന്റെ സ്ട്രെസ് ഒക്കെ കാരണം ആഫ്തസ് അൾസർ വരാം. വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ആഫ്തസ് അൾസർ വരാം. കോമൺ ആയിട്ടും ഈ കുട്ടികൾക്കൊക്കെ ആഫ്തസ് അൾസർ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും. റെക്കറന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തവണ വന്നു അത് വീണ്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ വേറെ പല റീസൺസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻസ്, നമ്മളുടെ വായിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇറിറ്റന്റ് സബ്സ്റ്റൻസസ് കയറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കയറി അത് പ്രശ്നക്കാരനാവുമ്പോഴത്തേക്കും ആകാം ഈ ആഫ്തസ് അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണ് ഡെവലപ്പ് ആകുന്നത്. എപ്പോഴാണ് ഒരു ആഫ്തസ് അൾസർ ഡേഞ്ചർ? അപ്പൊ ഈ വായ്പുണ്ണ് എപ്പോഴാണ് ഡേഞ്ചർ ആവുന്നത് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ കൂടുതൽ അങ്ങനെ വരുമ്പോൾ വളരെ ചെറിയൊരു സംഭവമായിരിക്കും. അതിന് ചുറ്റിനും ഒരു റെഡിഷ്, അതുപോലെ തന്നെ നല്ല വേദനയും ഒക്കെ ആയിരിക്കും. അതല്ല, ഇത് എപ്പോഴാണ് ഒരു പ്രശ്നക്കാരൻ, ഇതിനെ നമുക്ക് പ്രശ്നമാണ്, നമുക്കത് ഉടനെ തന്നെ ട്രീറ്റ്മെന്റിലേക്ക് പോകണം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ കൂടുതൽ കാണുമ്പോൾ തന്നെ അറിയാം. 1 സെന്റിമീറ്റർ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടി തന്നെ അതിന് ഒരു ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. അതുപോലെ തന്നെ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഒരു ആഫ്തസ് അൾസർ ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മെഡിക്കേഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു വായ്പുണ്ണ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഒരു കപ്പ് വെള്ളം, ചൂടുവെള്ളം എടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വായിൽ നല്ലതുപോലെ കുപ്പിളിച്ച് കളയാം. സോ അതിന് ആ ഒരു എവിടെയാണോ വായ്പുണ്ണുള്ളത് ആ സൈഡിൽ അത് എത്തുന്നത് പോലെ നമ്മൾ സോൾട്ട് വാട്ടർ യൂസ് ചെയ്ത് കുപ്പിളിച്ച് കളയാം, വായ് കുപ്പിളിച്ച് കളയാം. അപ്പൊ സോ ഇതൊരു എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു മാനേജ്മെന്റാണ്. വേറൊന്ന് പറഞ്ഞാൽ ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെച്ച് കഴിക്കാതിരിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ അൾസറിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും അത് കുറയാതെ വീണ്ടും വീണ്ടും നമുക്ക് വേദന വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. വേറൊരെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതിൽ 1/2 ടീസ്പൂൺ ഉപ്പിടുക, കുറച്ച് തേൻ ഒഴിക്കുക, അത് ഒഴിച്ചിട്ട് അതും നമ്മുടെ വായിൽ കുപ്പിളിച്ചിട്ട് അവിടെ ആ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ ടച്ച് ചെയ്ത് ഒന്ന് വായ കുപ്പിളിച്ച് കഴിഞ്ഞാല് പെയിൻ നല്ല പോലെ റെഡ്യൂസ് ആവും എന്നാണ് പറയുന്നത്. വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാലും പെയിൻ മാറും എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐസ്, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തണുപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ചൂട് കൊള്ളുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചൂട് കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചൂട് വെള്ളമൊക്കെ തട്ടുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ തണുപ്പ് വയ്ക്കുമ്പോൾ കുറച്ച് ആശ്വാസം നമുക്കുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങുന്ന ഫ്രൂട്ട് ഐറ്റംസ്, ആപ്പിൾ, മാംഗോ, പപ്പായ, പൈനാപ്പിൾ അങ്ങനെ അടങ്ങിയ ഫ്രൂട്ട് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലപോലെ ഓറൽ ഹൈജീൻ, നല്ലപോലെ ഹൈജീൻ ആക്കി വെക്കുക. സോ നമ്മുടെ ഹോമിയോപ്പതിയില് ഈ ആഫ്തസ് അൾസറിന് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ആഫ്തസ് അൾസറിനായിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ റെക്കറന്റ് ആയിട്ടുള്ള ആഫ്തസ് അൾസർ വരാനായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള മെഡിസിൻസ് കൊടുക്കാനും ഹോമിയോപ്പതിയിലെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുവാണെങ്കിൽ ഉടനടി തന്നെ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ till then, it's my talk with Dr. Adhyasti signing off. Thank you.